നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. നല്ല വീഡിയോകളൊക്കെ ഇട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇനിയും അൽമറായിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. അൽമറായിൽ നമ്മൾ വരുന്ന സമയത്ത് എല്ലാ ഡ്രൈവർമാരുടെയും ചിന്ത, ഞാൻ 20 വർഷം ജോലി ചെയ്തു, 15 വർഷം ജോലി ചെയ്തു, 30 വർഷം ജോലി ചെയ്തു, ഞാൻ ഏറ്റവും നല്ല ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ടാണ് അൽമറായിൽ ടെസ്റ്റ് എടുത്ത് വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇതേവരെ ഒന്നുമല്ലായിരുന്നു എന്ന്. കാരണം ഇവിടെ വരുമ്പോൾ അതിൻ്റേതായ ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് ഒരു പുതിയ ഡ്രൈവറെ വാർത്തെടുക്കുക എന്നതാണ് ഇവിടുത്തെ ഒരു ചിട്ട. അത് പ്രകാരമാണ് പിന്നെ റൂട്ടിൽ അവർ വണ്ടി ഓടിക്കുന്നതും അവരെങ്ങനെ വണ്ടി ഓടിക്കണം, ഇത്രയും നാളും ഞാൻ എങ്ങനെയാണ് ഓടിച്ചിരുന്നത്, ഇതിനെക്കുറിച്ച് എല്ലാ ഡ്രൈവർമാർക്കും ഒരു ധാരണ വരുന്നത് അപ്പോഴാണ്. സംഗതി ശരിയാണ്, എല്ലാവരും ഡ്രൈവർമാരാണ്, യൂറോപ്പിൽ പോയവരും ഡ്രൈവർമാരാണ്. പക്ഷെ ചില കമ്പനികൾ അവർ വളരെ സ്ട്രിക്റ്റായിട്ട് അതിൻ്റേതായ അറിവുകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് ശരിക്കും ഡ്രൈവറാക്കിയിട്ട് പുറത്തിറക്കുന്നത്. അപ്പോൾ അൽമറായിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഡ്രൈവറായിട്ടാണ് ഇവിടെ നിന്ന് പുറത്തു പോകുന്നത്. അതിൻ്റെ ഗുണം ഇവിടെ നിന്ന് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ തന്നെ അൽമറായിലെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒന്നും നോക്കാനില്ല. അത് പോയവർക്ക് മനസ്സിലാവും. അവർ പോയി ടെസ്റ്റ് അടിച്ചതും യൂറോപ്പിൽ അവരോട് കമ്പനി കാണിക്കുന്ന ഒരു പ്രത്യേക ഒരു എന്താ പറയുക, പ്രത്യേകം ഒരു പരിഗണന അത് ഇവിടുന്ന് പോയവർക്കും അറിയാം. അപ്പോൾ അതൊക്കെയാണ് അൽമറായിലെ സിസ്റ്റങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ പുതിയതല്ല, ആദ്യമേ ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്. നിങ്ങൾക്ക് ഞാനിതിന് മുമ്പൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അത് ഈ വർഷം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ്. ഇത് ഞങ്ങളുടെ ഒരു കാരവണാണ്. കാരവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കാരവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ നാട്ടിൽ സിനിമാ താരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കാരവണില്ല, അതേപോലത്തെ ഒരു വലിയ കാരവൺ. ആ കാരവണിൻ്റെ അകത്ത് നമ്മളിങ്ങനെ 2 സിമുലേറ്റർ, ഈ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം. അപ്പോൾ 2 സിമുലേറ്റർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് സിമുലേറ്റർ എന്ന് പറഞ്ഞത്. കാര്യം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ അതേ സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് നമ്മളിവിടെയുള്ള ഡ്രൈവർമാർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പഠിപ്പിച്ചിട്ട് അവരുടെ ഡ്രൈവിങ്ങിൻ്റെ സ്കിൽസ് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ നോക്കും. ഇതിപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കാതെ കിടന്നിരുന്നതാണ്. ഇപ്പോൾ രണ്ടാമത് ഇതിനെക്കുറിച്ച് ഇതിൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇതിനകത്ത് കഴിഞ്ഞ വർഷം ചെയ്തവരെ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവിടെ കാണില്ലേ, ഇവിടെ ഓരോരുത്തരെ മാർക്കും ഏത് മാസമാണ് ചെയ്തത്, അതുപോലെ ഓരോരുത്തരുടെ പെർഫോമൻസ് എങ്ങനെ, അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ്സുകൾ അതൊക്കെ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വർഷം 2025 ഇപ്പോൾ ഇത് രണ്ടാമത് തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഈ സാധനമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഒരു വർഷമായിട്ട് ഇത് അടച്ചിട്ടിരിക്കുന്നത്, അത് കാരണം ഒരുപാട് കച്ചറായിട്ട് കിടക്കണം. അപ്പോൾ അതിൻ്റെ ഇത് വിശേഷങ്ങളാണെന്ന് പറയാൻ പോണത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം നമുക്ക്. ഈ സിമുലേറ്റർ കണ്ടോ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട പൊടി പിടിച്ച് നാശമായി കിടക്കുക. ഒരു വർഷത്തോളമായി ഇപ്പോൾ ഉപയോഗിച്ചിട്ട്, അത് കാരണം മൊത്തം കംപ്ലൈൻ്റായിട്ട് കിടക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നാളെ മറ്റന്നാളായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ട മൊത്തം അലമ്പായിട്ട് കിടക്കണം. ഇത് നമ്മൾ വിചാരിക്കണ മാതിരിയുള്ള സാധനമല്ല, ഇത് നല്ല വില പിടിച്ച ഒരു മുതലാണത്. ഇത് നമ്മളൊരു വണ്ടിയിൽ ഇങ്ങനെ കെട്ടിവലിച്ച് കൊണ്ടുപോകും. എന്നിട്ടാണ് ഇത് വേറെ കമ്പനിയിലും അവിടെ ഇവിടെയൊക്കെ പല സ്ഥലത്ത് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇത് കൊണ്ടുപോയി ഇട്ടതിന് ശേഷം ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. AC ഒക്കെ ഉണ്ട്, ചുമ്മാ അല്ല, എല്ലാ സൗകര്യവും ഉണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരു സ്റ്റോർ റൂമുണ്ട് ബാക്കിലല്ല, അത് ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ടിലൊരു സ്റ്റോർ റൂം. ആ സ്റ്റോർ റൂം ഞാൻ തുറന്നു കാണിച്ചാൽ
സ്റ്റോർ റൂം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മളെ സാധനങ്ങളൊക്കെ ഇട്ട് കൂട്ടി വെച്ചിരിക്കാം. TV, സ്പെയർ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതെന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഡ്രൈവർമാർക്ക് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ കാണിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം നാട്ടിലത്തെ സമയം 8:30-ക്കും സൗദി സമയം 6 മണിക്കും എല്ലാ ദിവസവും പ്രതീക്ഷിക്കുക എന്തെങ്കിലും ഇങ്ങനത്തെ വീഡിയോ. അപ്പോൾ